മാർഷൽ ആർട്ടിൽ ബെൽറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് കരാത്തയിലാണ്. എന്നാൽ കരാത്തേക്കാൾ മുന്നേ ജൂഡോയിലാണ് ബെൽറ്റ് സിസ്റ്റം ഉണ്ടാവുന്നത്. എന്തായാലും നമുക്ക് തൽക്കാലം കരാത്തയെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ എളുപ്പമുണ്ട്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ആദ്യത്തെ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബെൽറ്റാണ്. നമ്മുടെ കുട്ടികൾക്ക് ആദ്യം കൊടുക്കുന്ന ബെൽറ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബെൽറ്റ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നമ്മുടെ അടിസ്ഥാനപരമായിട്ട് അയാളിൽ ഉണ്ടാക്കേണ്ട ഇപ്പോൾ ഒരു കൃഷിസ്ഥലം നമ്മൾ കാട് വെട്ടി തെളിക്കുന്ന പരിപാടിയാണ്. അത് വൈറ്റ് ബോർഡ് പോലെ ആക്കിയെടുക്കുക. അപ്പോൾ അതിലെന്ത് നമുക്ക് എഴുതാനുള്ള സംവിധാനത്തിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചാണ് പറയുന്നത്, അതായത് 9, 8, 7 അങ്ങനെ 9th ക്യൂ 8th ക്യൂ അങ്ങനെയാണ് ജപ്പാനീസിൽ പറയണത്. അപ്പോൾ 9th ക്യൂ ആണ് എന്ത് ശരിക്കും പറഞ്ഞാൽ വൈറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത്. അതൊരു കോംപ്ലിമെൻ്ററി ബെൽറ്റായിട്ട് നമുക്ക് പറയാം. വരുന്ന ആർക്കും ഒരു 4 മാസം പ്രാക്ടീസ് അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ സെൻസൈഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാണോ മാസ്റ്റർ അല്ലെങ്കിൽ ടീച്ചർ അവരുടെ ഒരു ഐഡിയ ഉണ്ടല്ലോ ഇയാൾ ഇത്ര വരെ ആയി എന്നുള്ളത്, അതനുസരിച്ചായിരിക്കും വൈറ്റ് ബെൽറ്റ് കൊടുക്കുക. അപ്പോൾ വൈറ്റിൽ പ്രധാനപ്പെട്ട കാര്യം എന്ത് എഴുതാനുള്ള ഒരു തെളിഞ്ഞ സ്ഥലമാക്കി മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അടുത്തതായിട്ട് നമ്മൾ 8th ക്യൂ അല്ലെങ്കിൽ ശരിക്കും യെല്ലോ ബെൽറ്റ് എന്ന് പറയും. യെല്ലോ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു പ്രദേശത്തുണ്ടായ ഒരു സൂര്യൻ്റെ ഉദയമായിട്ട് നമുക്ക് കണക്കാക്കാം. ആ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളർ ആദ്യം കയറി വരും. ആ കയറി വരുന്നതിനെയാണ് യെല്ലോ ബെൽറ്റ് എന്ന് പറയുന്നത്. അത് പൊതുവിൽ 4 മുതൽ 6 മാസത്തെ ഗ്യാപ്പിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ഗുരുനാഥൻ നിർണ്ണയിക്കുന്നതനുസരിച്ച് അയാളുടെ കഴിവനുസരിച്ചാണ് ശരിക്കും ടെസ്റ്റ് നടത്തുന്നത്. ഇപ്പം നമുക്ക് ടെസ്റ്റുകൾ അറിയാം, ഒരുമിച്ച് കുറച്ചേറെ പേരെ കൊണ്ട് ടെസ്റ്റ് നടത്തിയിട്ട് അവർക്ക് ബെൽറ്റുകൾ കൊടുക്കുന്ന രീതിയാണ് പ്രത്യേകിച്ച് കേരളത്തിലുള്ളത്. അതല്ല ഞാൻ പറയുന്നത്. കഴിവനുസരിച്ച് അയാൾ കഴിവ് ആർജിച്ചു കഴിഞ്ഞാൽ ഇന്ന സ്കില്ലുകളായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട് ഓരോ ഗ്രേഡിലും. അത്ര ആയി കഴിഞ്ഞാൽ ഗുരുനാഥൻ അവർക്ക് യെല്ലോ കൊടുക്കാൻ കഴിയും. ഇനി യെല്ലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സൂര്യപ്രകാശം അങ്ങനെ കത്തി ജ്വലിച്ച് വരുന്നൊരു സമയമാണ്. അവിടെ എന്ത് പറയാം, നമുക്ക് ഒരു ഓറഞ്ച് കളർ കയറി വരും. അപ്പോൾ ആ ഓറഞ്ച് കളർ എന്ന് പറയുമ്പോൾ അടുത്ത ഗ്രേഡിലേക്ക് ഇവനൊന്ന് കത്തി വന്നു എന്ന് നമുക്ക് പറയാനും പറ്റും. സിമ്പിളായ ഭാഷയിലാണ് ഞാനിത് പറയുന്നത്. വലിയ കാര്യങ്ങൾ എൻ്റെ പുറകിലുണ്ട്, അതല്ല സാധാരണക്കാർക്ക് മനസ്സിലാകാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ അത് ഒരു ഓറഞ്ച് ബെൽറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ക്ലിയർ? ഈ ഓറഞ്ച് ബെൽറ്റ് വരെയുള്ളതിന് എല്ലാം നമ്മൾ പറയുന്നത് ബിഗിനർ ലെവൽ ബെൽറ്റ്സ് എന്നാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ആ സൂര്യപ്രകാശമേറ്റ് തളിരിട്ട ഒരു ചെറിയ ചെടിയുടെ നാമ്പ്, അപ്പോൾ അത് ഗ്രീൻ ബെൽറ്റായി. ക്ലിയർ ആകുന്നുണ്ടോ? അവിടെ മുതൽ നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് ലെവൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഇതുപോലെ തന്നെയാണ്. ടെസ്റ്റിൻ്റെ കാലാവധികളൊക്കെ തന്നെ 6 മുതൽ 8 മാസം അങ്ങനെ കൂടി വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ഗ്രീൻ ബെൽറ്റിനുള്ള സാധ്യത തെളിയുന്നത്. അവിടെ മുതലാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ലെവൽ എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് ബ്ലൂ ആണ്. തെളിഞ്ഞ നീലാകാശത്തെയാണ് കുറിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വിഷണറി ആവുവൻ. കാരണം ഈ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് നല്ല വിഷണറി ആയിട്ട് തെളിഞ്ഞ ആകാശം പോലെ, അതായത് എന്തു സ്വീകരിക്കുവാൻ റെഡിയായി നിൽക്കുന്ന, കാർമേഘം വേണേൽ കാർമേഘമാകാം, സൂര്യപ്രകാശം നേടി അല്ലാതെ ആവാം, ചെമ്മാനം വരാം. അപ്പോൾ അവൻ്റേതായ ചില തിരഞ്ഞെടുപ്പുകളിലേക്ക് അവനെ നയിക്കുന്നതാണ് ഈ പറയുന്ന നീലാകാശം അല്ലെങ്കിൽ ബ്ലൂ ബെൽറ്റ് എന്ന് പറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പർപ്പിൾ ബെൽറ്റാണ് വരിക. പർപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്ലൂവും റെഡും കൂടെ ചേർന്നാണ്. അപ്പോൾ റൂട്ട് ചക്രയിലുള്ള, അതായത് നമ്മുടെ മൂലാധാരത്തിൽ ഉള്ള ആ ഒരു, അതായത് റൂട്ടെന്ന് ഉദ്ദേശിക്കുന്ന അവന് പിടിച്ചു നിൽക്കാനുള്ള ശേഷിയായി അതിൻ്റെ കൂടെ ബ്ലൂയുടെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ആകാശത്തോടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധ്യമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ് നമ്മൾ പർപ്പിൾ ബെൽറ്റിലേക്ക് നമ്മൾ കടക്കുന്നത്. അങ്ങനെ മണ്ണും മഴയും മഞ്ഞും എല്ലാം ചേർന്ന് കൂടി വരുമ്പോൾ മണ്ണിൻ്റെ ആ ഒരു പവിത്രത തെളിഞ്ഞു വരുന്ന കാണാം. അപ്പോൾ ആ കൃഷിസ്ഥലം ഒരുക്കുക, അത് 3 ഘട്ടങ്ങളായി നമ്മൾ ഒരുക്കും. മണ്ണിൻ്റെ കളറാണ് ശരിക്കും ബ്രൗൺ ബെൽറ്റ്. അത് 3rd ബ്രൗൺ ഉണ്ട്, 2nd ബ്രൗൺ ഉണ്ട്, 1st ബ്രൗൺ ഉണ്ട്. അപ്പം ആ ഓരോ 3 ഘട്ടങ്ങൾ കഴിയുന്ന മണ്ണിൻ്റെ മേന്മ, നമ്മളിപ്പം മണ്ണൊന്ന് കിളച്ച് ഒരുക്കി അതിലകത്തേക്ക് വേണ്ട മിശ്രിതങ്ങളെല്ലാം ഇട്ടു, വീണ്ടും ഒന്നുകൂടെ നമ്മളൊന്ന് തട്ടി നിരപ്പാക്കി. അതാണ് 3 ഘട്ടങ്ങൾ. ഈ 3 ഘട്ടങ്ങൾ കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള കൃഷിയും നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മണ്ണ് ഫലഭൂയിഷ്ടമായി അല്ലെങ്കിൽ അയാളുടെ ഈഗോ എല്ലാം കളഞ്ഞ് അയാളൊരു ഭാഗത്തേക്കായി വരുമ്പോൾ അവൻ എത്തിച്ചേരുന്ന ബെൽറ്റാണ് ശരിക്കും ബ്ലാക്ക്. അതായത് കരാത്തയുടെ എല്ലാ ഭാഗങ്ങളും പഠിക്കാനുള്ള ഒരു സംവിധാനമായി എന്ന് മാത്രമാണ് ബ്ലാക്ക്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ബ്ലാക്ക് അയ്യോ ബ്ലാക്ക് ബെൽറ്റോ എന്നൊക്കെ ചോദിക്കാം. അല്ല, കരാത്തെ പഠിക്കാനുള്ള സംവിധാനങ്ങളെല്ലാമായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ മുതൽ 1st ഡാൻ ഒരു വര കാണും ആ ബെൽറ്റിൽ, 2nd ഡാൻ അങ്ങനെ കൂടി വന്ന് 10th ഡാൻ വരെയുള്ള വരകളുണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഓരോന്നും പിന്നീടുള്ളത് 6 വർഷം 7 വർഷത്തെ ഗ്യാപ്പുകളിലാണ് ഇതിൻ്റെ പഠനങ്ങൾ മുന്നോട്ട് പുരോഗമിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 1 മുതൽ 2 വർഷം വരെ ഓരോ ഇതിലെടുക്കാറുണ്ട്. ഇയേഴ്സ് ഓഫ് ഇയേഴ്സ് പ്രാക്ടീസ് വെച്ചിട്ടാണ് 10th ഡാൻ വരെ അതങ്ങോട്ട് പോകുന്നത്. ഇത്രയും വലിയൊരു സിസ്റ്റമാണ് കരാത്തെ. ഇപ്പം ബെൽറ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്.
ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് എത്രമാത്രം കഴിവുള്ളവരായിരിക്കും കയറി വരിക എന്ന് പറഞ്ഞു നോക്കിയേ. അപ്പോൾ യഥാർത്ഥത്തിലൊരു ബ്ലാക്ക് ബെൽറ്റിനെയോ അതിൻ്റെ മേളിലോട്ട് ഫസ്റ്റ് ഡാൻ സെക്കൻഡ് ഡാൻ എന്ന് പറയുമ്പോഴോ അതിന് ഇത്രയും കാലാവധി ഉണ്ടാവണം. ഈ ബെൽറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇത്ര കാലാവധിക്കുള്ളിൽ ബെൽറ്റ് കിട്ടിയെന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ഇത്രയും പ്യൂരിഫൈഡ് ആയിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എൻ്റെ ആത്മാവിനോട് ചേർത്ത് നിർത്താൻ പറ്റും എന്ന് പറയാനാണ് ഈ ബെൽറ്റ് സിസ്റ്റം. അത് ഒരുപാട് ആൾക്കാർക്ക് ഇതേ രീതിയിൽ ഞാൻ ഈ പറയുന്ന ഒരു കാഴ്ചപ്പാടിൽ കൊടുക്കുകയാണെങ്കിൽ വാങ്ങുന്നവർ പവിത്രമായിട്ട് സൂക്ഷിക്കും, കൊടുക്കുന്നവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ കലകൾ വളരെ നന്നായിട്ട് വികസിക്കുന്നത്. ഇതൊക്കെ രക്ഷകർത്താക്കളൊന്ന് നോക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ബെൽറ്റ് വരെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്കൊരു 100 പുഷപ്പ് എങ്കിലും ചെയ്യാൻ മിനിമം ഒരു ക്വാളിറ്റി വേണം, വേണ്ടേ? പഞ്ചിങ് സ്കിൽസ് ഉണ്ട്, കിക്കിംഗ് സ്കിൽസ് ഉണ്ട്, ജമ്പിങ് സ്കിൽസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്കില്ലുകളാണ് ഇതിനകത്തോടൊക്കെ ഡെവലപ്പ് ചെയ്യണത്. പിന്നെ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ളത്, ആയുധങ്ങളുടെ രീതികൾ, അതിൻ്റെ ചരിത്രം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കൂടുന്നതാണ്. ഇതെല്ലാം കൂടെ ക്വാളിറ്റിയോട് കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ബെൽറ്റിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇഫക്റ്റ് ഉണ്ടാവുന്നത്. അല്ലാതുള്ള ബെൽറ്റുകാരെ സൂക്ഷിക്കുക, അവരാണ് കല നശിപ്പിക്കുന്നത്. എല്ലാവർക്കും നല്ല ബെൽറ്റുകൾ, നല്ല ആശീർവാദങ്ങൾ, നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.